ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയവും ജീവനും രക്തവും കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കും. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 50% മേൽ സംവരണം പാടില്ല എന്ന വ്യവസ്ഥ എടുത്തുകളയും. ഉത്തർപ്രദേശിലെ ബൻസ്ഗാവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അഖിലേഷ് യാദവിനെ അരികത്ത് നിർത്തി രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഇത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നില്ല. പ്രതിപക്ഷത്തിരുന്ന് വീണ്ടും അതേ മുദ്രാവാക്യം മുഴക്കാൻ ഒരുങ്ങുകയാണ് രാഹുലും കോൺഗ്രസും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലാകാലമായി രാഷ്ട്രീയ പാർട്ടികൾ തരാതരം എടുത്തുപയോഗിക്കുന്ന തുറുപ്പുചീട്ടാണ് സംവരണം. സംവരണം 50% പരിമിതപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ് വീണ്ടും ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഗുണം ചെയ്യുമെന്ന് കണക്ക് കൂട്ടി തന്നെയാണ് അവരുടെ നീക്കം. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെയും മുദ്രാവാക്യം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിൻ്റെ പുതിയ പദ്ധതി. ഈ ചർച്ച കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിൽ വീണ്ടും തുടങ്ങുന്നത് പിന്നാക്ക ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. സംവരണം രാജ്യത്തിൻ്റെ മുഖ്യ സംസാര വിഷയമാക്കാനാണ് പദ്ധതി. എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും ഇന്ത്യ സഖ്യത്തിലെ ഇതര കക്ഷികൾക്കും അവരോടെല്ലാം ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ തുടങ്ങാൻ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന വിപുലമായ കോൺഗ്രസ് നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നു. ഭരണമുന്നണിയുടെ ശക്തി ക്ഷയിച്ച പ്രതിപക്ഷ ശബ്ദത്തിന് ബലം കൂടിയ ഈ സമയം തന്നെയാണ് അതിന് ഏറ്റവും നല്ല സമയമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സംവരണം ഇന്ത്യയിൽ എക്കാലവും രാഷ്ട്രീയ ആയുധമാണല്ലോ. പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചും. ഭരണഘടനാപരമായി പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തു വീശും. സാമ്പത്തിക സംവരണം നടപ്പാക്കും, 50% മുകളിൽ ജാതി സംവരണം നടപ്പാക്കും, സംവരണത്തിനുള്ളിൽ സംവരണം നടപ്പാക്കും. പിന്നെ അതാത് പാർട്ടികളുടെയും മുന്നണികളുടെയും അനുഭാവി സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ പല ജാതി ക്വാട്ടകളുടെ ഉറപ്പുകൾ വേറെയും രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും നൽകും. ചിലപ്പോഴെല്ലാം സാമുദായിക സ്പർദ്ധയും സാമൂഹിക അസ്വാസ്ഥ്യവും ഉണ്ടാക്കാനുള്ള പ്രീണന പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വരും. കോടതികളാകട്ടെ ഇതിനിടെ ഇടപെട്ട് ഭരണഘടനയെപ്പറ്റി ഓർമ്മിപ്പിക്കും, തിരുത്തും. ചിലപ്പോൾ കോടതികൾ അത്ഭുതപ്പെടുത്തുന്ന മൗനവും പാലിക്കും. ഈ പ്രതിഭാസം ഇന്ത്യയിൽ പലകുറി ആവർത്തിച്ചതാണ്. സംവരണത്തിന് നിശ്ചിത പരിധി എന്ന വിഷയം സുപ്രീം കോടതിയിൽ ആദ്യമായി വരുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ ശേഷം 1992 ഇന്ദിരാ സാഹ്നി കേസിലാണ്. സംവരണം 50% കോടതി നിജപ്പെടുത്തുന്നതിനൊപ്പം കോടതി ഒന്നുകൂടി വ്യക്തമാക്കി, അസാധാരണമായ സാഹചര്യങ്ങളിൽ ഈ പരിധി ലംഘിക്കാം, എന്നാൽ അത്രയും ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ. പക്ഷേ ഒരു സർക്കാരിനെയും ഈ 50% എന്ന സംവരണ പരിധി ലംഘിക്കാൻ സുപ്രീം കോടതി അനുവദിച്ചതുമില്ല 2019 വരെ. സാമൂഹികമായി മുന്നാക്കം നിൽക്കുന്നവരിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നത് ഈ 2019 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, സാമൂഹികമായ ഉന്നമനമാണ് സംവരണമെന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാന മൂല്യമെന്ന തത്വം ആദ്യമായി രാജ്യത്ത് ലംഘിക്കപ്പെട്ടു. അന്ന് 49.5% സംവരണം മുന്നാക്കക്കാർക്കുള്ള 10% കൂടി ചേർത്ത് 59.5% ഇത്തവണ കോടതികളൊന്നും ഇന്ദിരാ സാഹ്നി കേസ് ഉന്നയിച്ച് തടസ്സം നിന്നില്ല. അടുത്ത വലിയ നീക്കം നടക്കുന്നത് 2023 നവംബറിൽ ബീഹാറിലാണ്. അന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചു. ബീഹാർ സംവരണ ഭേദഗതി ബിൽ. ബീഹാറിലെ പിന്നോക്കക്കാർ നേരിടുന്ന കടുത്ത വിവേചനം ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വെളിവായിരുന്നു. അതിദരിദ്ര, പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വീണ്ടും ഉയർത്തി 65% സംവരണം പുതുക്കി നിശ്ചയിച്ചു. ഇത്തവണ പക്ഷേ പട്ന ഹൈക്കോടതി ഇടപെട്ടു. സംവരണം 50% മീതെയാകാൻ പാടില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിനെ മറികടക്കുന്ന ബില്ലിന് നിയമസാധുതയില്ലെന്ന് വിശദീകരിച്ച് അധിക സംവരണം കോടതി തടഞ്ഞു. ഇതിനൊക്കെ മുമ്പ് നേരത്തെ സംവരണ പരിധി മറികടന്ന് തമിഴ്നാട് സർക്കാർ 69% സംവരണം ഉയർത്തിയിരുന്നു. ജയലളിത സർക്കാർ 1993 കോടതിയിൽ ചോദ്യം ചെയ്യാനാകാത്ത വിധം 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയായിരുന്നു തമിഴ്നാടിൻ്റെ ആ നീക്കം. അത് വേറെ കാര്യം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 അടുത്ത സംഭവവികാസം ഉണ്ടാകുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ മറ്റൊരു വിധി പുറപ്പെടുവിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉപവിഭാഗങ്ങളായി തിരിക്കാം. ഓരോ ഉപവിഭാഗത്തിനും അർഹമായ അനുപാതത്തിൽ സംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. ഉപസംവരണം നടപ്പാക്കി ക്രീമി ലെയറിനെ ഒഴിവാക്കുന്നതിലൂടെ സംവരണത്തിൻ്റെ അന്തസത്ത തന്നെ തകർക്കപ്പെടുമെന്ന ആശങ്ക ദളിത് വിഭാഗങ്ങളിൽ ഇതോടെ ഉയർന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും സംവരണ പരിധി ഉയർത്തണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തുന്നത്.
ഏതായാലും സാമൂഹിക നീതിയും സംവരണവും സംബന്ധിച്ച ഗൗരവമായ ചോദ്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി ഉയരുകയാണ്. ബീഹാറിലെ പോലെ രാജ്യമാകെ ജാതി സെൻസസ് നടത്തി സാമൂഹിക അസന്തുലിതാവസ്ഥ വീണ്ടും നിർവചിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് അധിക സംവരണം നൽകണം. സംഘപരിവാറും BJPയും നടപ്പാക്കാനിരിക്കുന്ന ഗ്രാൻഡ് പദ്ധതികൾക്കും അവരുടെ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാന ശിലകൾക്കും തന്നെ എതിരാണല്ലോ ജാതി സെൻസസും അതിൻ്റെ അടിസ്ഥാനത്തിലെ നയരൂപീകരണവും.